നമസ്തേ സന്തോഷ് ജി. ഇന്ന് പല പ്രഗത്ഭരായ ആളുകളുടെ ഒരു സംഘമാണെന്ന് വന്നിരിക്കുന്നു. നമ്മുടെ വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് സാഹിത്യരംഗത്ത് അല്ലെങ്കിൽ അതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുസ്തക നിരൂപണങ്ങൾ, പുസ്തക എഴുത്തുകൾ, അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ആയിട്ട് സ്കൂൾ കുട്ടികളുടെ ഇടയ്ക്ക്, വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക്, ബാലികമാരുടെ ഇടയ്ക്ക് നല്ല നല്ല എഴുത്തുകൾ പുസ്തക രൂപേണയാക്കി സമൂഹത്തിന് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥി ഇന്ന് നമുക്കുണ്ട്. വിജയൻ കാമട്ടത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമധേയം. സന്തോഷിയെ പരിചയപ്പെടുത്തേണ്ട കാര്യം ഗോപി മാഷ് കലാരംഗത്തും അതേപോലെ തന്നെ ഈ സത്യാന്വേഷണ രംഗത്തും ഒട്ടും പിന്നിലല്ലാതെ വളരെ ചുറുചുറുക്കോടുകൂടി അതാണ് അദ്ദേഹത്തിന് അത്ര ആക്റ്റീവാണ്. ഭാഗവതമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, പാരായണം ആണ്. ഇത് സുരേന്ദ്രജി, അദ്ദേഹം കലാരംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നമ്മളുടെ പ്രണവവേദയുടെ പ്രവർത്തകനാണ്, ഇപ്പോൾ സജീവ പ്രവർത്തകനാണ്. ഈ പ്രണവവേദയുടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രണവവേദയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തി കൂടിയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ശബരിമല യാത്രയിലാണ് എത്തിപ്പെട്ട് നിൽക്കുന്നത്. പമ്പയിൽ ബലിതർപ്പണം കഴിഞ്ഞ് ഗണപതിക്ക് നാളികേരമുടച്ച് മാളികപ്പുറത്തമ്മയുടെ നാളികേരം ഉരുട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പരമകോട് പ്രധാനമായിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്ര നിലയമായിട്ടുള്ള ഈ ശബരിമലയിലേക്ക് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 41 ദിവസത്തെ വ്രതകാലം, അത് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അയ്യപ്പൻ്റെ മാലയണിഞ്ഞ് ആ ശരണം വിളികളാൽ ഭഗവാനിലേക്ക് ലയിക്കുന്ന ഹൃദയവുമായി ശരീരവുമായി നഗ്നപാതരായി ഇന്ന് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പരിസ്ഥിതി സംരക്ഷകരായി കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് മഞ്ഞിലും മലയിലും മഴയിലും വെയിലിലും ഒന്നും യാതൊരു പരാതിയുമില്ലാതെ കിട്ടുന്നത് കൊണ്ട് കഴിച്ച് കിട്ടുന്ന സമയത്ത് ദർശനം നടത്തി ഒരു പരിഭവവും പരാതിയുമില്ലാതെ ലക്ഷക്കണക്കിനായി അയ്യപ്പന്മാരെത്തുന്ന ആ ശാസ്ത്ര നിലയത്തിലേക്ക്, അറിവ് നേടിയെത്തുന്നതിലേക്ക് ഇന്ന് സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇവരെ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടുമൊക്കെ ഇന്ന് വളരെ പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം. സത്യത്തിൽ ഇങ്ങനെ വരുന്ന ഇത്രയും ക്ഷമാശീലരായി വരുന്ന ഈ ആളുകൾക്ക് ഇങ്ങനെ ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ശാസ്ത്രവിഷയം അല്ലെങ്കിൽ കൂടിയും അത് ശാസ്ത്ര വിഷയം തന്നെയാണ്. അറിവുണ്ടെങ്കിൽ ഇങ്ങനെ നിയന്ത്രിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ലഘു ചോദ്യം ഇന്ന് ഞാൻ സന്തോഷിയോട് ചോദിക്കുകയാണ്. അത് ഈ സന്തോഷിയുടെ പ്രണവവേദനയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അല്ലെങ്കിലും മനസ്സിൻ്റെ വ്യഗ്രത കൊണ്ട് ചോദിച്ചു പോയതാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ അറിയാനുള്ള ആഗ്രഹം. അതെ. എല്ലാവർക്കും നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന വിജയൻ ചാച്ചൻ ആദ്യമായിട്ടാണ് ചാനൽ ചർച്ചയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും പേര് ഒന്നിച്ചിരുന്നിട്ട് ഇത്ര ചർച്ച ആദ്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ വോയിസിൻ്റെ ഇച്ചിരി കുറവുണ്ടോ? കേൾക്കാൻ പറ്റും. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കാരണം ഇത് പ്രണവവേദത്തിൻ്റെ രഹസ്യവും കൂടിയാണ് ഈ പറയുന്നത്. ഇത് വെറും ഒരു ചർച്ചയല്ല. ഇപ്പം നമ്മൾ മോഹൻജി അഭിപ്രായപ്പെട്ട എല്ലാവരിലുമുള്ള ഒരു ആശങ്ക, എന്നിലുമുണ്ട് ആശങ്ക. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ആർക്കും നിസ്സംശയം പറയാൻ പറ്റുന്ന ശബരിമല എന്നുള്ളത് 2 വർഷം കഴിഞ്ഞാൽ അത് സാധാരണ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും. കാരണം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഒരു നിയന്ത്രണവും അവിടെ ആവശ്യമില്ല. ഭക്തരെ എണ്ണത്തിലല്ല നിയന്ത്രിക്കുന്നത്, ഭക്തർക്ക് സുരക്ഷ ഏർപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്, ഭക്തർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഭക്തരുടെ എണ്ണം കുറച്ചുകൊണ്ട് അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയല്ല വേണ്ടത്. ഇത് സിമ്പിൾ മെത്തേഡാണ് ഇതിന് വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇത് എന്തിനും രാഷ്ട്രീയം കാണുന്ന ഒരു സ്റ്റൈല് കേരളത്തിലുണ്ട്. അപ്പോൾ
ശബരിമലയിൽ അയ്യപ്പ ഭക്തൻ ചെന്ന് കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയം കാണുന്ന ഒരു രീതിയാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ശബരിമലയിൽ രാഷ്ട്രീയം അല്ല വേണ്ടത്. അവിടെ വേദസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഭക്തരാണ് അവിടെ ചെല്ലുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓണം, വിഷു, റംസാൻ, ഇതിലൊക്കെ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളുടെ റോഡുകൾ ഇതുപോലെ തന്നെ ഇത്ര പേരെ വരാവുള്ളൂ, ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് നിരത്തിൽ ഇറങ്ങാവുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനെ കണ്ട് തിരിച്ച് സുരക്ഷിതരായിട്ട് വീട്ടിലെത്തുവാനുള്ള സൗകര്യമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ദേവസ്വം ബോർഡുകളുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ദൈവത്തിൻ്റെ പേരിൽ ഒരുപാട് ബോർഡുകൾ ഇന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കൂ, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കൂ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം ദർശന സ്വാതന്ത്ര്യം കൊടുക്കുക. മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. ശബരിമലയിൽ എന്ത് അവകാശമാണ് കിട്ടുന്നത്? അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത്, സാധാരണ 41 ദിവസം വ്രതമെടുത്ത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി എത്തുന്ന, എന്നാ പറയണേ, കാലും കൈയും എല്ലാം പൊട്ടി, അതുപോലെ നടക്കാനാവാതെ അത്രയും കിലോമീറ്ററുകൾ താണ്ടി കാനനപാത താണ്ടി അവിടെ എത്തുന്ന അയ്യപ്പനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾ എപ്പോൾ എത്തുന്നു അയാൾക്ക് തന്നെ അറിയില്ല. അങ്ങനെയാണ് മിക്കവരും വരുന്നത്, പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്നവർ. അതുപോലെ തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചെത്തുന്നവർ. എല്ലാവരും ആരോഗ്യമുള്ളവരല്ല ശബരിമലയിൽ വരുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇവിടെ ഇന്ന് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് മോഹൻജി എനിക്ക് അധികം പറയാനില്ല. കാരണം നമുക്ക് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം വിടണം. ഇപ്പോൾ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്, വാവര് അയ്യപ്പൻ ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരു വലിയ വിഷയമാണ്. അതല്ല, ഇന്നും വാവരുടെ അനുയായികൾ അയ്യപ്പൻ്റെ അനുയായികളും തമ്മിൽ ആ സൗഹൃദം ഇന്ന് നിലവിലുണ്ട്. ഇല്ലെങ്കിൽ ആ സൗഹൃദം ഉണ്ടാക്കണം. 100% ഭക്തരുടെ ഹൃദയ താളങ്ങളെ ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ പേരിൽ കലാപങ്ങളില്ലാത്ത, കലുഷിതമല്ലാത്ത, സുഗമമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ദൈവത്തിൻ്റെ, ദ്രവ്യത്തിൻ്റെ, ജൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. ഇവിടെ വിവാദങ്ങളല്ല ആവശ്യം, വിവേകമാണ്. ആ വിവേകത്തോടു കൂടി സംസാരിക്കാൻ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആദ്യം തയ്യാറാവണം. ഈ നാട് നശിക്കുന്നത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല, വിവേകമില്ലാത്ത മാധ്യമപ്രവർത്തനം കൊണ്ടായിരിക്കും ഈ നാട് ആദ്യം നശിക്കുക. കൽപ്പാന്തം, ആ കലി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തനമാണെന്ന് ശരിയല്ലാത്തത്. അപ്പോൾ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ, പണ്ട് ജാതിയായിരുന്നു ഇവിടെ വിഷയം. ഇന്ന് ജാതിയല്ല വിഷയം, മതവുമല്ല വിഷയം. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ മതകലാപങ്ങളല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ കലാപങ്ങളാണ്. ഇപ്പോൾ രാഷ്ട്രീയമാണ് ഇന്ന് വിഷയം. എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുന്ന, ഭക്തരിൽ തന്നെ രാഷ്ട്രീയം കാണുന്ന, തൊഴിലാളികളുള്ള, എന്താ പറയുക, പൂജാരി തൊഴിലാളികളുള്ള, അതിൽ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഇന്ന് പോലീസ് സേനയിൽ പോലും യൂണിയൻ ഉണ്ടാക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചില്ലേ, ഇന്ത്യൻ സേനയിൽ ഒഴിച്ച് ബാക്കിയെല്ലാം യൂണിയൻ ആണിപ്പം. എന്തിനും ക്ഷേത്രത്തിൽ വരുന്നതിനും യൂണിയൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലേക്ക് രാഷ്ട്രീയം, എന്തിലും രാഷ്ട്രീയമാണ്. അത് മാറണം. ഭക്തി കൊണ്ട് മാത്രം ശബരിമല വരണം. ഭക്തർക്ക് വേണ്ടിയിട്ടാവണം ക്ഷേത്രം. ഭക്തരെ എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളല്ല അവിടെ ആവശ്യം. ഭക്തർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ 41 ദിവസം സുഗമമായിട്ട് ദർശനം നടത്തി തിരിച്ചു പോരാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കണം. അപ്പോൾ നമ്മളുടെ അവലാദികളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചോദ്യങ്ങളായിട്ട്. പക്ഷേ ഇതിൽ രാഷ്ട്രീയം കാണരുത്. പ്രണവവേദ രാഷ്ട്രീയത്തിന് അതീതമാണ്. വലിയ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയൻ കാമട്ടത്തുനിന്ന് അറിയപ്പെടും. അല്പസ്വല്പം സാഹിത്യവും കലാരംഗത്തും പിന്നെ കുട്ടികളുടെ ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾ. ഈ വിഷയത്തിൽ എനിക്ക് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല വിഷയത്തിൽ സംസാരിക്കുമ്പോൾ
ഏത് വിഷയം ചെന്നാലും നോക്കിയാലും അതിനകത്ത് നിന്ന് എന്ത് ബെനിഫിറ്റ്, രാഷ്ട്രീയത്തിന് ഇത്രയും മൂല്യച്യുതി ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അധികാരം കയ്യിലായാൽ, അധികാരം കിട്ടിയാൽ പരമാവധി അതിൽ നിന്നും നേടാം എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇതിനും കാരണമുണ്ട്. ഇതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന് പൂർണ്ണത കിട്ടണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പരിമിതമായ അറിവൊക്കെ എനിക്കുള്ളൂ. അതിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, വിദ്യാഭ്യാസം പൂർണ്ണമാണോ എന്നുണ്ടെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലി തരപ്പെടുത്താൻ എന്ത് പഠിക്കണം? അപ്പോൾ ആ പഠനം മാത്രമായി അധപതിച്ചു പോയി. ഇപ്പോൾ ഇത്രയും പഠിക്കുന്നുള്ളൂ. ഈ ആത്മവിദ്യ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ, മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറകിലും മുറ്റും തന്നുടെ കുറ്റം ഒന്നറിയുകയുമില്ല. ഇങ്ങനെയുള്ള അനവധി കവിതകളുണ്ടായിരുന്നു. ഇത് എന്തെന്നാ, അവനവനെ തിരിച്ചറിയാനുള്ള ആത്മബോധത്തിൻ്റെ പാഠഭാഗങ്ങൾ. അത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഇല്ല. അതോടുകൂടി ഈ കുട്ടികൾ മുഴുവൻ ജോലി നേടാൻ വരുമാന മാർഗത്തിനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ പോയി. വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കുട്ടികൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭാരതീയർ നേരെ തിരികെ വന്നിട്ട് ഈ പ്രപഞ്ചത്തെ ഉള്ളിൽ കാണാൻ ശ്രമിച്ചവർ ആ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിലേക്ക് കണ്ടപ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള ഭൗതിക സുഖങ്ങളെക്കാൾ ആത്മസുഖത്തിനാണ് പ്രസക്തി എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ദേവതാസങ്കല്പങ്ങളല്ല പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയിലുള്ള ഊർജ്ജ സങ്കേതങ്ങളെ ഈശ്വരനായ അവർ കൽപ്പിച്ചു. അതിനെ പിന്തുടർന്ന് പോരുന്നവരാണ് നമ്മൾ. ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് സന്തോഷിയും മോഹൻജിയൊക്കെ പറഞ്ഞപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ശരിക്കും ഒരു നല്ല റൂട്ടിലാണ്. നമ്മളുടെ ആചാര്യന്മാർ, നമ്മളുടെ ഈ ഭാരതത്തിൻ്റെ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന തലമുറയാണ് നമ്മളെല്ലാവരും ശാസ്ത്രത്തിലെ വിശ്വസിച്ചിരുന്നത്. ഗോപിജി അങ്ങനെയാണ്, മോഹൻജി അങ്ങനെയാണ്, അങ്ങും അങ്ങനെയാണ്. നമ്മൾ ശാസ്ത്രവിശ്വാസികളാണ്. ഈ ശാസ്ത്രവിശ്വാസത്തിൽ നിന്ന് നമ്മളുടെ ഈ വേദപഠനങ്ങളിലേക്ക്, നമ്മളുടെ ആചാര്യന്മാരുടെ മുന്നിലേക്ക് ചെന്നിരുന്നാൽ ശിവൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു 2 മണിക്കൂർ നിന്ന് അവിടെ ചെന്ന് ശിവൻ ആരാണെന്നൊന്നറിയാം എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുക. ശിവവും ശവവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ലാത്ത രീതിയിൽ സംസാരിച്ച് ഈ പുതിയ തലമുറയെ ആശയക്കുഴപ്പത്തിലാക്കുകയുള്ളൂ ഈ ആചാര്യങ്ങൾ. നമ്മളെന്തോ സംസാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതായിരിക്കും. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. എനിക്കും വേദം പറയാം, അഹിംസ പറയാം, അഹിംസാത്മകമായിട്ട് ജീവിക്കണം, ആചാരം കൊണ്ടും ആഹാരം കൊണ്ടും. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാവുന്നത്. പ്രവർത്തിക്കുന്നത് പറയുവാൻ കഴിയുന്ന രീതിയിലാവണം. നമ്മളുടെ ആചാര്യന്മാർ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണ്, നമ്മളെല്ലാം മാഞ്ഞതോ ഒരു ദുരൂഹമായിട്ട്, ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ ഗൂഢമായിട്ടുള്ളതെന്നാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ജാതനോട് പറഞ്ഞത് ഇലയിലാണ് പ്രസാദം കൊടുക്കുന്നത്. ആ ഇലയിലാണ്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇപ്പോഴുണ്ട്, ഡിസ്പോസിബിൾ പ്ലേറ്റുകളുണ്ട്. പക്ഷേ ക്ഷേത്രങ്ങളിൽ പ്രസാദം കൊടുക്കുന്നത് ഇലകളിലാണ്, ആ പാത്രത്തിലാണ്. അതായത് ജീവൻ്റെ ഗർഭത്തെ ധരിക്കുന്ന ആ പത്രം, ആ ലീഫില്ലെങ്കിൽ നമ്മളുടെ ജീവിതമില്ല, നമ്മുടെ ലൈഫില്ല. ഈ ലീഫാണ് നമ്മുടെ ലൈഫിന് കാരണം. നമ്മുടെ ലവിന് കാരണവും ഈ പത്രം തന്നെയാണ്. ഗർഭപാത്രങ്ങൾക്ക് കാരണവും ഈ പത്രമാണ്. ആശുവിനെ ഏകുന്ന, അമൃതവായുക്കളെ ഏകുന്ന പത്രം, ആശുപത്രികളെ ഏകുന്ന പത്രം എന്ന് പറയുന്നത് ഈ വൃക്ഷമാണ്, ഈ ഹരിതലോകത്തിൻ്റെ പത്രമാണ്. ആ ഹരിതലോകത്തിൻ്റെ പത്രമാണ് നമുക്ക് തീർത്ഥത്തെ തരുന്നത്. തീർത്ഥത്തെ ഇവിടെ എത്തിച്ചത്, സമുദ്രത്തിൽ കിടക്കുന്ന ജലത്തെ ഭഗീരഥ പ്രയത്നത്തിലൂടെ ഇവിടെ എത്തിച്ചത് ഈ പത്രമാണ്. ആ പത്രം തന്നെയാണ് അന്നത്തിന് വേണ്ടിയിട്ട് ആഹാരം പാചകം ചെയ്തിരിക്കുന്നത്. ആ പത്രത്തിലാണ്. പൂവിനെ വിരിയിക്കുന്നതിനുള്ള എനർജിയും സ്വരൂപിച്ചിരിക്കുന്നത് അതിലാണ്. ചന്ദനം എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ കാതലും ഈ ഇലകളുടെ സമ്മാനമാണ്. ആ ഇലകളുടെ സമ്മാനമാണ് നമ്മളുടെ അമ്മമാരുടെ ഗർഭപാത്രം പോലും. ആ ഭാരൻ്റെ ആ പത്രത്തിലാണ് നമ്മളുടെ ജീവിതം. നമ്മൾ ആ പത്രം ഇല്ലെങ്കിൽ, ഈ ലീഫ് ഇല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ടുണ്ടാവില്ല, നമ്മൾ ലീവായി പോകും. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ വഴിയെ കൂടി പോകുമ്പോഴും ഒരു ഇല പിടിച്ച് വലിക്കുന്ന, ഒരു ചെടിയുടെ തണ്ടൊടിക്കുന്ന,
ആവശ്യമില്ലാതെ തൊഴിലുറപ്പ് പദ്ധതികളിൽ പച്ചവെട്ടി നശിപ്പിക്കുന്ന ഈ ഹരിതലോകത്തിൻ്റെ ഹരിതാഭമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഊഷരഭൂമിയാക്കുന്ന ഈ സംസ്കാരം ഇതാരാണ് ഇവിടെ പഠിപ്പിച്ചത്? ഈ മരുഭൂമിവൽക്കരണം. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞത്, തരൂ 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 എന്ന് പറയുമ്പോൾ തരുന്നത് ഈ തരുവാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തോട് ചോദിച്ചാൽ ഏത് വരവും കിട്ടും. ആ വരം തരുന്ന ദൈവം ഈ തരുവാണെന്ന് അറിയുമ്പോൾ നമ്മളുടെ ഗർഭപാത്രങ്ങൾക്ക് ജന്തുലോകത്തിൻ്റെ മുഴുവൻ 33 കോടി ജീവജാലങ്ങളെയും പുനർജനിപ്പിക്കുന്നത് ഈ പത്രമാണ്, ഈ ഇലകളാണ്. ആ ഇലകളിലാണ് ആ പ്രസാദം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഇലകളിലെ പൂക്കളിലിരിക്കുന്നത് തേനാണ്. തേനാണ് അവിടെ കൊടുക്കുന്നത്, പഴമാണ് കൊടുക്കുന്നത്, പാലാണ് കൊടുക്കുന്നത്. എല്ലാം കാരണം എന്താണ്? ഈ പത്രങ്ങളാണ്. പുല്ലിനെ പാലാക്കുന്നതും തേനാക്കുന്നതും എല്ലാം ഈ പത്രങ്ങളാണ്. ആ പത്രത്തിൽ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗോപിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ക്ഷേത്രാചാരമില്ലായിരുന്നെങ്കിൽ അറിവുശാലകൾ മാത്രമേ കേരളത്തിലുണ്ടാവുള്ളൂ. ഒരു അറിവുശാല പോലും ഉണ്ടാവില്ല, അറിവിൻ്റെ ശാലകൾ ഉണ്ടാവില്ല, അറിവുശാലകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശവപ്പറമ്പാണ് കേരളം. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണം, അതുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലാണ്. അമ്പലത്തിൽ പോയില്ലെങ്കിലോ രാവിലെയും നോൺ കഴിക്കും അല്ലേ? ആത്മീയതയുടെ ആത്മാവ് അഹിംസയാണ്. ഹിംസിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ആത്മീയത പ്രഭാഷണം ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ആത്മീയതയുടെ ആത്മാവ് അഹിംസയാണെന്ന് പറയുമ്പോൾ അതല്ലാന്ന് പറയുന്ന ഏതെങ്കിലും ആചാര്യന്മാരുണ്ടെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ആത്മീയത എന്താണെന്ന്. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ലേ? അറിവ് മാത്രമാണ് ആത്മീയത. നമ്മൾ പറയുന്നതിൽ അറിവില്ലെങ്കിൽ അത് ആത്മീയതയാവുമോ? ഇപ്പോൾ ഈ അറിവിനെ ഷെയർ ചെയ്യുന്ന ആളുകൾ ഇപ്പം എന്താണ്? ഇപ്പം സാധാരണ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? വാരഫലം നോക്കിയാണ് ജീവിക്കുന്നത്, ജാതകം നോക്കിയാണ് ജീവിക്കുന്നത്. ഇന്നും രസമുണ്ടായി. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ഇന്ന് പോണില്ല. ഇന്ന് 1-ാം തീയതി അല്ലേ? ഇപ്പം ഈ മാസം മുഴുവൻ ഞാൻ ആശുപത്രിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് എത്ര നെഞ്ചുവേദന എടുത്താലും ഞാൻ ആശുപത്രിയിൽ പോകില്ല എന്ന് പറഞ്ഞു. അന്ധവിശ്വാസത്തിൻ്റെ കൂത്തരങ്ങാണ് ഈ കാണുന്നത്. കാരണം ഇന്ന നാളിൽ ഡെലിവറി നടത്തണം എന്ന് വെച്ചാൽ ആ നാളിൽ കുട്ടി ജനിക്കണം, ഇന്ന ദിവസം ആശുപത്രിയിൽ പോകാൻ കൊള്ളില്ല, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, കൊള്ളില്ലാത്ത ദിവസമല്ലേ. പക്ഷേ ശനിയാഴ്ച മരിക്കുകയുള്ളൂ. നമ്മളുടെ രോഗങ്ങൾ മൂർച്ഛിക്കുന്നത് വെള്ളിയാണ്. ഏറ്റവും താണ്ടാൻ ബുദ്ധിമുട്ട് ശനിയാണ്. അത് മനസ്സിലാക്കാതെ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോവില്ല. എന്താണ്? വെള്ളിയാഴ്ച കൊള്ളല്ലാത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ. ഇതാണ് നമ്മളുടെ ധാരണ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത്, നമ്മൾ ഏത് നാളിൽ ജനിച്ചാലും നമ്മൾ മരിക്കും. നമ്മൾ മരിക്കുന്നത് ഗ്രഹപ്പിഴ കൊണ്ടല്ല, നമ്മളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പിഴവുകൾ കൊണ്ടാണ്, നമ്മളുടെ പിഴവുകൾ കൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ ആചാര്യന്മാർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ശരിക്കും നിങ്ങൾ നാളിലല്ല വിശ്വസിക്കുന്നത്, നിങ്ങളിൽ വിശ്വസിക്കും. നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും പറയുന്നു? നമ്മുടെ നാട് ജീവിക്കാൻ കൊള്ളില്ല എന്നാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പറയുന്ന ഏക സ്ഥലം ശബരിമലയാണ്. അതെ, അത് പറയുന്ന ഏക സ്ഥലം ശബരിമല. അത്രേ ഉള്ളൂ. നിങ്ങൾ ആണ് ഭഗവാൻ, നിങ്ങളാണ് സത്യം, നിങ്ങൾ തന്നെ വിശ്വസിക്കൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നതും പറയുന്നതും ഈ ശാസ്ത്രനിലയമായ ശബരിമലയാണ്. തത്വമസി എന്നാണ് ചെല്ലുമ്പഴ കാണുന്നത്. അപ്പോൾ ഈ ശബരിമല എന്ന് പറയുന്ന ആ കാര്യത്തിൽ ആ ഇലകളുടെ പൂങ്കാവനത്തിൽ, ആ ഇലകളുടെ ആശുപത്രിയിലേക്കാണ് നമ്മൾ ശരണം വിളിച്ച്, അതായത് ശബരപീഠത്തിലേക്ക്, ശബരിയുടെ പീഠത്തിലേക്ക്. ശബരം എന്ന് പറഞ്ഞാൽ ജലമാണ്, ശബരത്തിൽ നിന്നാണ് ശബ്ദം. ആ ശബ്ദം ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ പീഠത്തിലേക്ക് ശരണം വിളിച്ചുകൊണ്ട്, അണമുറിയാതെ ശരണം വിളിച്ചുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിലെ സയൻസ്, ജന്തുലോകത്തിൻ്റെ ശബ്ദം ജലത്തിൽ നിന്നാകുന്നു. ആ ജലത്തിൻ്റെ, ശുദ്ധജലത്തിൻ്റെ മാതാവ് പാർവതിയാകുന്നു. ആ പാർവതിയായിരിക്കുന്ന ലോകമാതാവിൻ്റെ പീഠത്തിലേക്ക് ശരണം വിളിച്ചുകൊണ്ട് തന്നെ അഭയാർത്ഥികളായിട്ടാണ് ചെല്ലേണ്ടത്. അഭയാർത്ഥികളായിട്ട് വെറുതെ ചെല്ലുകയല്ല, ആയുധത്തെ ഉപേക്ഷിച്ച് ശരത്തെ അതിജീവിക്കുവാൻ, മരണകാരണമായിരിക്കുന്ന ശരത്കാലത്തെ അതിജീവിക്കുവാൻ ശരണം വിളിച്ചുകൊണ്ട് അഭയാർത്ഥികളായിട്ട് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാൻ ചെല്ലാനവർ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം ഉപേക്ഷിക്കൂ, നീ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കൂ. ശാസ്ത്രം സഞ്ചരിക്കുന്നത് വാജിയുടെ പുറത്താണ്, ചിറകുകളുള്ള കുതിരയുടെ പുറത്താണ് ശാസ്ത്രം സഞ്ചരിക്കുന്നത്. ആ ശാസ്ത്രത്തിൻ്റെ പുറത്ത് നീ സഞ്ചരിക്കൂ എന്നാ പറയുന്നത്. ഈ ശാസ്ത്രം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്നറിയോ?
അതാണ് ഏറ്റവും വലിയ രസം. ബ്രഹ്മാവിൻ്റെ രാജഹംസമാണ് ഏറ്റവും സ്ലോവിൽ പോകുന്നത്. ഏറ്റവും മനോഹരമായിട്ട് ബ്രഹ്മാവിൻ്റെ ജീവൻ്റെ രാജഹംസമാണ് ഏറ്റവും സ്ലോവിൽ പോകുന്നത്. ആ രാജഹംസത്തിന് ഏറ്റവും മന്നനട വെച്ച് പോകുവാൻ, ഏറ്റവും സ്ലോവിൽ പോകുവാൻ ശാസ്ത്രം അതിവേഗത്തിൽ, ശസ്ത്രത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ശാസ്ത്രത്തിൽ നീ പോകൂ. നീ ജീവനെ രക്ഷിക്കൂ, നീ സമൂഹത്തെ രക്ഷിക്കൂ, സമൂഹത്തിന് സമാധാനം കൊടുക്കൂ, സന്തോഷം കൊടുക്കൂ, ജ്ഞാനം കൊടുക്കൂ. ജ്ഞാനത്തിൻ്റെ പ്രോഡക്റ്റാണ് സ്നേഹം. സ്നേഹത്തിൽ നിന്നാണ് ആനന്ദം. ആ പരമാനന്ദത്തിൽ നീ ലയിക്കൂ, നീ മോക്ഷത്തെ നേടും. ഇതാണ് പറയുന്നത്. മൂഴിക്കരോട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.